ശ്രീ മെജുരവി, ഇവിടെ നമ്മൾ കാണുന്നത് അയോധ്യ നിവാസികളെ സംബന്ധിച്ചിടത്തോളം അത്യാഹ്ലാദത്തിലാണ്. അയോധ്യ മാത്രമല്ല, രാജ്യം മുഴുവൻ, ഭാരതം മുഴുവൻ ആ ഒരു സന്തോഷത്തിലാണ്. കാരണം അയോധ്യയുടെ സമഗ്രമായ മാറ്റം ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ രാജ്യത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. അയോധ്യയുടെ മുഖച്ഛായ തന്നെ മാറുന്ന ഒരു വികസന പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. 15,000 കോടിയുടെ ഈ ഒരു വികസന പദ്ധതികൾ അയോധ്യ നിവാസികൾ അടക്കം ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ ഈ ഒരു നിമിഷത്തെ ആഘോഷമാക്കുമ്പോൾ എങ്ങനെയാണ് താങ്കൾ ഇതിനെ സമീപിക്കുന്നത്? ഇവിടെയാണ് ഞാൻ നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ഒരു പ്രൈം മിനിസ്റ്റർ, ഒരു ഹെഡ് ഓഫ് ദ കൺട്രി, ഐ അപ്രീഷിയേറ്റ് ആൻഡ് ഐ അഡ്മയർ. ഇതിൽ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിട്ടോളൂ. 92 ബാബറി മസ്ജിദ് ഇഷ്യൂ, അല്ലെങ്കിൽ അതിനുശേഷം സുപ്രീം കോടതി വേർഡിക്റ്റ്, ഇതെല്ലാം അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിൽ ഈ അയോധ്യ എന്ന് പറയുന്ന സ്ഥലം ഒരു ആൾക്കും ഒരു വ്യവസായമോ ഒന്നും നടക്കാതിരുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ 2 ആഴ്ച മുന്നേ ഞാൻ അവിടെ പോയതാണ്. 3 ദിവസം ഞാൻ ഈ അയോധ്യ കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നതും അതുപോലെ ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ. അവിടെ വെറും 2,000 രൂപ 3,000 രൂപയ്ക്ക് സെന്റിന് കൊടുത്തിരുന്ന സ്ഥലം ഇന്നത് ഏക്കറിന് പോകുന്നത് 12 കോടിക്കും 15 കോടിക്കുമാണ്. ബിക്കോസ് ഇത് ഒരു ഡെവലപ്മെന്റ്, ഒരു അമ്പലത്തിന്റെ പേരിൽ നടന്നിരിക്കുന്ന ഡെവലപ്മെന്റിൽ ആ ഒരു സ്ഥലം മുഴുവൻ ഇന്ത്യക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കണം. പ്ലസ് എന്തുകൊണ്ട് അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്ത് വിശ്വാസികളായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അതിൽ അഭിമാനിക്കാം, വിശ്വാസികൾ എന്ന് പറയുന്നത്. അല്ലാതെ ഇതിനെ ഒരു ഇഷ്യൂ ആക്കി മാറ്റാൻ വേണ്ടി മാത്രം ആണെങ്കിൽ അതിന് പിന്നെ നമുക്ക് ഉത്തരവൊന്നുമില്ല. ബട്ട് ഈവൻ ആ റെയിൽവേ സ്റ്റേഷന്റെ ഒക്കെ കൺസ്ട്രക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ അട്രാക്ഷൻ ഫോർ എനി ഫോറിനേഴ്സ് ടു കം ആൻഡ് സീ ദാറ്റ്. അപ്പൊ അതിനകത്ത് ഒരു അമ്പലത്തിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങളൊരു സൈഡാക്കിയിട്ട് BJP അല്ലെങ്കിൽ മറ്റൊന്നുള്ളതല്ല, ഒരു രാജ്യത്തിന്റെ ലീഡറുടെ വിഷനാണ് ഞാൻ ഇതിനകത്ത് കാണുന്നത്. ബിക്കോസ് ഹൗ ഹി ഡെവലപ്ഡ് ഇറ്റ്. നിങ്ങൾ ആദ്യം സർദാർ വല്ലഭഭായ് പട്ടേലിന്റെ പ്രതിമ അവിടെ കൊണ്ടുവന്നിട്ടപ്പം 350 ഫീറ്റിന്റെ പ്രതിമ വെച്ചപ്പം പലരും പറഞ്ഞു ഇത് വെറും ഒരു വേസ്റ്റ് ഓഫ് മണി എന്നുള്ളത്. യു നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറൌണ്ട്. ഇതൊന്നും ആരും ഇവിടെ പ്രസിൽ നിങ്ങൾ ആരും പറയുന്നില്ലല്ലോ. അവിടെ പോയി നോക്കൂ, അപ്പറിയാം. പ്ലസ് ഈ ഹൈറ്റിൽ നിന്ന് ഇതൊന്ന് രാജ്യത്തിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കൂടെ അതിനകത്ത് നടക്കുന്നുണ്ട്. അതിപ്പോ ഞാനിവിടെ പറയാൻ ബാധ്യസ്ഥനല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇപ്പൊ എല്ലാവരും അറിയണം. പക്ഷെ എന്തെങ്കിലും ഒരു വിഷൻ ഉണ്ടായിരിക്കും. ആ ഡെവലപ്മെന്റ് നടക്കുന്നത് കാണുന്ന സമയത്ത് ഈ അയോധ്യയുടെ റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ എയർപോർട്ടും ആ ടൗൺ തന്നെ നിങ്ങൾക്കൊരു വിസിറ്റിംഗ് പ്ലേസ് ആയി മാറും. നിങ്ങൾ അമ്പലത്തിൽ പോയോ ഇല്ല എന്നുള്ളതല്ല. ബട്ട് ദെൻ ഹി ഹാസ് ഡെവലപ്ഡ് ടു എ വേൾഡ് ക്ലാസ്. ശ്രീ മെജുരവി, ഇവിടെ ഒരു ക്ഷേത്രം പണിയുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദങ്ങളാണ് മറ്റ് പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നത്. എന്തിന് ഈ ഒരു ക്ഷേത്രം എന്നുള്ള ചോദ്യമടക്കം. പക്ഷേ അതിന് കൃത്യമായ ഉത്തരം തന്നെയാണ് അയോധ്യ നിവാസികൾ പറയുന്നത്, അല്ലേ? രാമന്റെ ക്ഷേത്രം പണിയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ വിഷയം തന്നെയാണ്, സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ കാര്യം തന്നെയാണല്ലേ? ഒരു സംശയമില്ലെന്ന് അതല്ലേ പറയുന്നത്. നമ്മൾ ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു അമ്പലത്തിനെ നിങ്ങൾ എന്തിനാണ് വെറും രാഷ്ട്രീയപരമായിട്ട് ജാതിപരമായിട്ട് കാണുന്നതിന്? അതിനപ്പുറത്ത് ഇനി വേറൊരു സംഭവം നടക്കാൻ പോണ്. ഇതിനപ്പുറത്ത് തന്നെ ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഒരു പള്ളി അവിടെ പണിയുന്നുണ്ട്. ആ പള്ളിയുടെ സ്ട്രക്ചർ ഞാൻ അവിടെ കണ്ടതാണത്. ഇറ്റ് ഈസ് ബെറ്റർ ദാൻ ദ താജ്മഹൽ. അപ്പൊ അതും ഒരു അട്രാക്ഷൻ ഓഫ് ദ ടൂറിസം എന്നുള്ളതാണ് അതും ആവാൻ പോകുന്നത്. അല്ലെങ്കിൽ മോദി ഇത് നിങ്ങൾ വർഗീയപരമായിട്ട് മാത്രം സംസാരിക്കണം, അമ്പലം മാത്രം പണിതു, എന്തുകൊണ്ട് അവിടെ പള്ളിയും പണിയതല്ലോ അവിടെ. അപ്പൊ ഇതെല്ലാം രാജ്യത്തിന്റെ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാറ്റിനും നിങ്ങൾ എന്തിനാണ് ഈ ജാതിയും മതവും രാഷ്ട്രീയവും കലർത്തുന്നത്? രാജ്യം വളരുന്ന സമയത്ത് ആ അക്സെപ്റ്റൻസ് അതിപ്പോ ഇന്നിപ്പോ മോദിജി അല്ല, ഇത് വേറെ ആര് വേണമെങ്കിലും ഏത് പാർട്ടിക്കാർ ചെയ്താലും ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. ബിക്കോസ് രാജ്യത്തിന്റെ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് അത് നമ്മുടെ പേരക്കുട്ടികൾക്കുള്ളതാണ്. അവർ ഗ്രാൻഡ് ചിൽഡ്രൻ ഷുഡ് എൻജോയ്. നമ്മളെല്ലാം എൻജോയ് ചെയ്തു. നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്കും അവർക്ക് വരുന്ന തലമുറയ്ക്കും വേണ്ടി എന്തെങ്കിലും ചെയ്തു പോകുമ്പോഴാണ് നമ്മൾ ഓർക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നത്. അതാണെന്ന് മോദിജി ചെയ്തിരിക്കുന്നത്. സോ ഐ അപ്രീഷിയേറ്റ് ആൻഡ് ഐ ആം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. യെസ്, വളരെയധികം നന്ദി ശ്രീ മെജുരവി, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.